വെളിപാട് 3-ാം അധ്യായം. സാർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. ദൈവത്തിൻ്റെ സപ്താത്മാക്കളും സപ്തതാരങ്ങളുമുള്ളവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവൻ എന്ന പേര് നിനക്കുണ്ട്, പക്ഷേ നീ മൃതനാണ്. ഉണർന്നിരിക്കുക. നിന്നിൽ മരണാസന്നമായി അവശേഷിക്കുന്നതിനെ ശക്തിപ്പെടുത്തുക. എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കപ്പെട്ടതായി ഞാൻ കണ്ടില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എപ്രകാരമാണെന്ന് അനുസ്മരിച്ച് അത് കാത്തുസൂക്ഷിക്കുകയും മനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണർന്നിരിക്കുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏതു മണിക്കൂറിലാണ് ഞാൻ നിനക്കെതിരെ വരികയെന്ന് നീ അറിയുകയില്ല. എന്നാൽ തങ്ങളുടെ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്ത കുറച്ചുപേർ സാർദീസിൽ നിനക്കുണ്ട്. അവർ ധവള വസ്ത്രധാരികളായി എൻ്റെ കൂടെ നിൽക്കും. എന്തെന്നാൽ അവർ അതിന് യോഗ്യരാണ്. വിജയം വരിക്കുന്നവൻ ഇപ്രകാരം വെള്ളവസ്ത്രം ധരിക്കപ്പെടും. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ മായിച്ചു കളയുകയില്ല. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും മുമ്പിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക. പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ, ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ നിന്റെ മുമ്പിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിനക്ക് അല്പം ശക്തിയേയുള്ളൂ. എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം തള്ളിപ്പറഞ്ഞില്ല. ഇതാ, യഹൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണ പറയുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ. ഇതാ, അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടിക്കും. അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് അവർ ഗ്രഹിക്കും. എൻ്റെ സഹനശക്തിയുടെ വചനം നീ കാത്തതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കാൻ ലോകമെങ്ങും വരാൻ പോകുന്ന പ്രലോഭനത്തിൻ്റെ മണിക്കൂറിൽ നിന്ന് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് മുറുകെ പിടിക്കുക. വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും സ്വർഗത്തിൽ നിന്ന് എൻ്റെ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവനഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലവോദിക്യയിലെ സഭയുടെ ദൂതന് എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. നീ തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്നു ഞാൻ ആഗ്രഹിക്കുന്നു. നീ ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയാൻ പോകുന്നു. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനായി, എനിക്ക് ഒന്നിനും കുറവില്ല എന്നു നീ പറയുന്നു. എന്നാൽ നീ ദുരിതപൂർണനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണവും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്ത വിധം ധരിക്കാൻ ധവള വസ്ത്രങ്ങളും കാഴ്ച ലഭിക്കാൻ കണ്ണിലെഴുതാനുള്ള ലേപവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, മനസാന്തരപ്പെടുക. ഇതാ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഞാൻ അവനോടൊത്തും അവൻ എന്നോടൊത്തും വിരുന്നിനിരിക്കും. വിജയം വരിക്കുന്നവനെ ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത്
അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ.